സംഭാവനയോ വേണ്ട രൂപത്തിൽ ശരിക്ക് വിലയിരുത്തപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, 18-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്റ്റേറ്റ് സ്പോൺസേർഡായി ക്രിസ്തുമത പ്രചാരണം ആരംഭിച്ച സമയത്ത് അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ജീർണാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന മനുഷ്യൻ, മഹാപണ്ഡിതൻ, അദ്ദേഹം ആര്യസമാജം എന്ന സ്ഥാപനമുണ്ടാക്കുകയും മുസ്ലിങ്ങളെ ഹൈന്ദവവൽക്കരിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി നദിയിൽ മുക്കി ഹൈന്ദവവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘമുണ്ടാക്കുകയും അതിന് തന്നെ ശുദ്ധി സംസ്ഥാൻ എന്ന പേരിൽ ഒരു പ്രത്യേകമായി ഇതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക വിങ് രൂപീകരിക്കുകയെല്ലാം ചെയ്ത സമയത്ത് ബ്രിട്ടീഷുകാർ ഉള്ള മുസ്ലിങ്ങളെ ശിഥിലീകരിക്കുവാൻ വേണ്ടി അവർ രൂപം കൊടുത്ത മെയ്ഡ് ഇൻ ബ്രിട്ടൻ ആയിട്ടുള്ള ഒരു പ്രവാചകൻ അവതരിപ്പിച്ച സമയത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന പ്രവാചകൻ, പടച്ചോന്റെ അടുത്തുനിന്നുള്ള വഹിയല്ല, ബ്രിട്ടനിൽ നിന്ന് വഹി കിട്ടിയിട്ടുള്ള പ്രവാചകൻ അവതരിപ്പിച്ച സമയത്ത് ഈ 3 ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കെതിരെയും ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ എഴുന്നേറ്റ് നിന്നൊരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നമ്മൾ ആ പണ്ഡിതനെ പോലും മറന്നു, കാലം കുറയൊന്നും ആയിട്ടില്ല. സയ്യിദ് സനാഉല്ല അമൃതസരി എന്നായിരുന്നു ആ പണ്ഡിതന്റെ പേര്. നമുക്കറിയാമോ പണ്ഡിതനെ കുറിച്ച്? കേട്ടിട്ടുണ്ട്. സയ്യിദ് സനാഉല്ല അമൃതസരി എന്ന പണ്ഡിതൻ ഈ 3 തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധ ലോബികൾക്കെതിരെയും ശബ്ദിച്ചു എന്ന കാരണത്താൽ മാത്രമല്ല അദ്ദേഹം വിസ്മരിക്കപ്പെട്ടത്, മറിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹം മുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് മുസ്ലിം ആകുമെന്ന് പറഞ്ഞു. വേറൊരു തെറ്റും അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് വിസ്മരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും അത്ഭുതമുണ്ടാക്കുന്നതാണ്. ഇതുവരെ ഞാൻ അടിവരയിട്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം എന്നൊരു പുസ്തകമുണ്ട്. ഒരു ശക്തമായ രചനയാണ്, ശക്തമായ രചന. ഈ സത്യാർത്ഥ പ്രകാശത്തിൽ 14 സമുല്ലാസങ്ങളാണ്, 14 അധ്യായങ്ങൾ. അദ്ദേഹം സമുല്ലാസം എന്നാണ് അതിന് പേരോട്. അതിൽ 14ാമത്തെ സമുല്ലാസം ഇസ്ലാമത ഖണ്ഡനമാണ്, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളാണ്. ഈ 14ാമത്തെ സമുല്ലാസത്തിന് ശക്തമായ മറുപടി നൽകപ്പെട്ട ഒരൊറ്റ ഗ്രന്ഥവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഈ സയ്യിദ് സനാഉല്ല അമൃതസരിയുടെ ഹക്ക് പ്രകാശൻ എന്ന് പറഞ്ഞ പുസ്തകമല്ലാതെ. അതോടൊപ്പം തന്നെ ക്രൈസ്തവ പാതിരിമാർ അന്ന് എങ്ങനെയായിരുന്നു അറിയാമോ? എല്ലായിടത്തും വന്നിട്ട് മുസ്ലിങ്ങളോട് സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കായിരുന്നു. സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കായിരുന്നു. കാരണം മുസ്ലിം സമൂഹം ആദർശപരമായി ജീർണാവസ്ഥയിലായപ്പോ പരിശുദ്ധ ഖുർആനിനെ, പ്രവാചകചര്യയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച സമയത്ത് ക്രൈസ്തവരോട് ശക്തമായി പോരാടുവാൻ, ആദർശപരമായി പോരാടുവാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ ഉപലബ്ധതയില്ലാതിരുന്ന സമയത്ത് അവർ ക്രൈസ്തവ പാതിരിമാർ ശക്തമായി രംഗത്ത് വരികയായിരുന്നു. വാദപ്രതിവാദത്തിന്, സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരുടെ മുന്നിൽ ഒരു കരടായി നിലകൊണ്ടിരുന്നത് സയ്യിദ് സനാഉല്ല അമൃതസരി. അമൃതസരിയുടെ ശൈലിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം പറയട്ടെ ഞാൻ. സയ്യിദ് സനാഉല്ല അമൃതസരിയും ഒരു പാതിരിയും തമ്മിൽ ഒരു സംവാദം നടക്കും. പാതിരിയാണ് ചോദിക്കേണ്ടത്, ക്രൈസ്തവ പണ്ഡിതൻ. പണ്ഡിതൻ ചോദിച്ചു, ഇപ്പോൾ മുഹമ്മദ് നബി എവിടെയാണ്? സംവാദത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സംവാദത്തിൽ എന്ന് പറഞ്ഞാൽ കേവലം പ്രമാണങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു അല്പയുക്തിയും അല്പം തർക്കശാസ്ത്രം എല്ലാം ഉണ്ടായാലാണ് സംവാദത്തിൽ നിലനിൽക്കാൻ കഴിയും. മുഹമ്മദ് നബി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ കൃത്യമാവുള്ളൂ. സയ്യിദ് സനാഉല്ല അമൃതസരിക്ക് മനസ്സിലായി എങ്ങോട്ടാണ് പോകുന്നത്. സനാഉല്ല അമൃതസരി മറുപടി പറഞ്ഞു, പടച്ചോന്റെ അടുത്താണ്, ദൈവത്തിന്റെ അടുത്താണ് മുഹമ്മദ് നബി. ശരി, മുഹമ്മദ് നബിയുമായി ദൈവത്തിന് ആശയവിനിമയം നടത്താൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. തീർച്ചയായും മുഹമ്മദ് നബിയുമായി ദൈവം ഉദ്ദേശിച്ചാൽ അവന് ആശയവിനിമയം നടത്താൻ ഒരു പ്രയാസമില്ല. അപ്പോൾ മുഹമ്മദിന്റെ പൗത്രന്മാരിൽ ഒരാൾ വളരെ ക്രൂരമായി യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടില്ലേ? അത് കർബലയാണ് ഉദ്ദേശിക്കുന്നത്. അതെ എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് മുഹമ്മദുമായി ആശയവിനിമയം നടത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിനോട് മുഹമ്മദ് താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തന്റെ പൗത്രനെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ ആണ് ചോദ്യം. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ പൗത്രനെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? ഈ ചോദ്യത്തിന് തർക്കശാസ്ത്രപരമായി പറഞ്ഞാൽ എന്തുത്തരം പറഞ്ഞാലും പ്രയാസപ്പെടുന്ന രൂപമാണ്. അത് തർക്കശാസ്ത്രം പഠിക്കുമ്പോൾ വേറെ പഠിക്കേണ്ടാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരല്പം നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു,
അതെ, മുഹമ്മദ് നബി ചോദിച്ചു. എന്നിട്ട് ദൈവം എന്തു പറഞ്ഞു? ദൈവം എന്തു പറഞ്ഞു എന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഒരു ഇരുതല മൂർച്ചയുള്ള സാധനമാണ്. ദൈവം സഹായിക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, സഹായിക്കൂല എന്ന് പറഞ്ഞു പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് ക്രൈസ്തവരുടെ മുന്നിൽ. തീർച്ചയായും ഇത് ഒരു സംവാദത്തിന്റെ ശൈലി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. ഈ സംവാദം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടർ നിശബ്ദമായാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. ഒരല്പനേരം സയ്യിദ് സനാഉൽ അമൃതസരി നിശബ്ദനാകും. നിശബ്ദനായിട്ട് ഇങ്ങനെ നിന്നു. ഈ സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ജയാരവങ്ങൾ മുഴങ്ങാണ്. ഈ ജയാരവങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടുകൂടി അദ്ദേഹം പറഞ്ഞു, ദൈവം പൊട്ടിക്കരഞ്ഞു. ദൈവം പൊട്ടിക്കരയുകയോ എന്നാണ് അടുത്ത ചോദ്യം. അതെ, ദൈവം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ സ്വന്തം പുത്രൻ, എന്റെ ഏകജാതനായ പുത്രൻ കുരിശിൽ കിടന്ന് ഏലി ഏലി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ടത് എന്ന് പൊട്ടിക്കരഞ്ഞ് ചോദിച്ചിട്ട് അവനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് നിന്റെ പൗത്രനെ ഞാൻ രക്ഷിക്കാൻ വരുന്നതെന്ന് മറുപടി പറഞ്ഞു. ഇത് സയ്യിദ് സനാഉൽ അമൃതസരിയുടെ ശൈലി. സംവാദം പിന്നെ നടന്നിട്ടില്ല, പിന്നെ ഇത് തുടർന്നിട്ടില്ല. ഇത് ഈ സയ്യിദ് സനാഉൽ അമൃതസരി ഒരിക്കൽ ഒരു ക്രൈസ്തവ പാതിരി, ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ക്രൈസ്തവ പാതിരി വെല്ലുവിളിക്കാണ്, ആരെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും സംവാദത്തിനുണ്ടോ? ഈ സമയത്ത് കുറിയ സയ്യിദ് സനാഉൽ അമൃതസരി സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അതെ, ഞാൻ തയ്യാറാണ്. ഉടനെ തന്നെ പാതിരി തന്റെ ലോഹയുടെ പോക്കറ്റിൽ നിന്ന് വലിയൊരു കടലാസ് കഷ്ണം എടുക്കുന്നു. എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന 40 പണ്ഡിതന്മാർ ഒരേപോലെ ഒപ്പിട്ട ഒരു ഫത്വയാണ്. എന്താ? സയ്യിദ് സനാഉൽ അമൃതസരി കാഫറാകുന്നു. അതാണ് ഫത്വ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല, ഞാൻ മുസ്ലിങ്ങളെയാണ് വിളിച്ചത്. താങ്കളും ഞാനും ഒരേപോലെയാണ് ഈ മുസ്ലിങ്ങളുടെ മുന്നിൽ. താങ്കളും അമുസ്ലിമും ഞാനും അമുസ്ലിം. അമൃതസരി വിടുമോ? അമൃതസരി പറഞ്ഞു, അതെയോ, അങ്ങനെയാണോ? ശരി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു, ഇനി നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ പറഞ്ഞത് ഈ തമാശ ആസ്വദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ മഹാപണ്ഡിതനെ കാഫറാക്കുക എന്നുള്ള ജോലിയായിരുന്നു അന്ന് പലപ്പോഴും നമ്മുടെ സമുദായത്തിനുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സയ്യിദ് സനാഉൽ അമൃതസരി അഹ്ലെ ഹദീസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അദ്ദേഹമാണ് അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ. മുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് മുസ്ലിങ്ങളാകുമെന്ന് പറയാൻ വേണ്ടിയാണ് അഹ്ലെ ഹദീസ് പ്രസ്ഥാനം. കേരളത്തിലും ഇതേപോലെയുള്ള സാമൂഹ്യ അന്തരീക്ഷം, കേരളത്തിൽ അവിടെ ഒരു സയ്യിദ് സനാഉൽ അമൃതസരി ആയിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം അതേ കാലത്ത് തന്നെ സയ്യിദ് സനാഉൽ മക്തി തങ്ങൾ ഉണ്ടായിരുന്നു. സയ്യിദ് സനാഉൽ മക്തി തങ്ങൾ ഇതേപോലെ തന്നെ ക്രൈസ്തവ പാതിരിമാരോട് ശക്തമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ശക്തമായി പുസ്തകം എഴുതിയിരുന്ന മഹാവ്യക്തിത്വം. അദ്ദേഹത്തിന്റെ ഒരു രചനയുണ്ട്, മക്തി മനക്ലേശം എന്നാണ്. നമ്മൾ വായിക്കേണ്ടതാണ്, കരഞ്ഞു പോകും ആ രചന വായിച്ചു. കേരളത്തിൽ എല്ലാ തെരുവോരങ്ങളിലും നടന്നുകൊണ്ട് ക്രൈസ്തവ വൽക്കരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന പാതിരിമാർക്ക് മറുപടി നൽകിക്കൊണ്ട് ശക്തമായി പ്രഭാഷണം നടത്തുവാൻ സ്വന്തം ചെലവിൽ പോയി, സ്വന്തം മൈക്ക് കെട്ടി, സ്വന്തം ലഘുലേഖ എഴുതി, സ്വന്തമായി പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്തിരുന്ന അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് ആ പ്രസംഗം കഴിഞ്ഞ് മഴ പെയ്തു, ആകെ ഇരുട്ടുമാണ്, പോകാനും വയ്യ, കിടക്കാനും സ്ഥലമില്ല. അതിനടുത്ത പള്ളിയിൽ പോയി മുട്ടിയപ്പോ വാതിൽ തുറന്നു നോക്കിയിട്ട്, ആരാണ്? സയ്യിദ് സനാഉൽ മക്തി തങ്ങളാണ്. ഷെയ്ത്താനെ നീയാണോ? എന്നാൽ പള്ളി സ്ഥലമില്ല എന്ന് തന്നെ പൂട്ടിക്കളഞ്ഞ സംഭവം പറയുന്നുണ്ട്. കാരണം അദ്ദേഹവും മുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് മുസ്ലിം ആകുമെന്ന് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇത് ഞാൻ പറയുന്നത് ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയല്ല, മറിച്ച് നാം ഒരു സ്വയം പരിശോധനയ്ക്ക്